മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിക്ക് ഇഡി സമൻസ്. വെള്ളിയാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. CMR ഉദ്യോഗസ്ഥരടക്കം 9 പേർക്കും ഇഡിയുടെ സമൻസ് ഉണ്ട്. വീണ വിജയൻ ഉൾപ്പെടെ 9 പേർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കാനാണ് ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. വീണ വിജയനെയും CMR MD ശശിധരൻ കർത്തേനെയും വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരെ കൂടാതെ CMR ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, CMR ചീഫ് ജനറൽ മാനേജർ KS സുരേഷ് കുമാർ എന്നിവരെയും ഉൾപ്പെടെ 9 പേരെയാണ് വിളിച്ചു വരുത്തുക. ഒപ്പം CMRന്റെ മറ്റ് ജീവനക്കാരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട്. എന്തായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയാണ് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം നിലനിന്നിരുന്നു. അതും പിണറായി വിജയനെ ഉൾപ്പെടെ വീട്ടിൽ തടഞ്ഞു വെച്ചു ഇഡി ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പാർട്ടിയുടെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഷേധമുണ്ടായത്. വാഹനങ്ങളൊക്കെ ഇഡിയുടെ വാഹനം നേരെ കയ്യേറ്റ സംഭവം വരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇഡി ഈ അന്വേഷണം വേഗത്തിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. 2 തവണയാണ് ഹൈക്കോടതിയിൽ നിന്നും CMRന് തിരിച്ചടി സംഭവിച്ചത്. അന്വേഷണവുമായി ഉന്നത ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകട്ടെ എന്നൊരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരു സാവകാശം ആവശ്യപ്പെട്ടെങ്കിൽ പോലും അന്വേഷണം തടയേണ്ടതില്ല എന്ന നിലപാടിൽ ഹൈക്കോടതി എത്തി. അതോടൊപ്പം തന്നെയാണ് ഇന്നലെയാണ് ഈ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് SFOയുടെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇഡി കോടതിയെ സമീപിക്കുകയും ആ രേഖകൾ കൈമാറാനുള്ളൊരു ഉത്തരവ് നൽകുകയും ചെയ്തത്. ഇതൊക്കെ കണക്കിലെടുത്താണ് അടുത്ത ഘട്ടമെന്നോണം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. എന്തായാലും സമഗ്രമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും വീണ വിജയന് നേർക്കുണ്ടാവുക. പ്രത്യേകിച്ച് 12 ഇടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു. വീണ വിജയന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. ഇതിന്റെ എല്ലാം തെളിവുകൾ നിരത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് തന്നെയാണ് അന്വേഷണ സംഘം കടക്കുന്നത്. വീണയ്ക്ക് ഇഡി സമൻസ് അയച്ചതിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. നിയമപരമായി അതിനെ നേരിടാനുള്ള കഴിവ് വീണയ്ക്കുണ്ട്. നിയമപരമായി ഇഡി ഇടപെട്ടാൽ എതിർക്കില്ല. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നീക്കം അംഗീകരിക്കില്ലെന്നും കൃഷ്ണദാസ് പറഞ്ഞു. പിണറായിക്കെതിരെ ലക്ഷ്യം വെക്കുന്നത് CPMനെ ലക്ഷ്യം വെക്കൽ തന്നെയാണ്. അതിലെന്താ സംശയം? പിണറായിയെ ലക്ഷ്യം വെക്കുന്നത് CPMനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങളത് ചെറുക്കും. CPMനെ തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കാൻ പോകുന്നില്ല. സമൻസ് വീണയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വീണ അതിന് നിയമപരമായിട്ടുള്ള മറുപടി കൊടുക്കുക. ആ നിയമപരമായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വീണ അത് ചെയ്തോളും. വീണയ്ക്ക് അതിനൊക്കെയുള്ള പ്രാപ്തി ഉണ്ടല്ലോ. പാർട്ടിക്ക് അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ലല്ലോ. വീണയ്ക്കല്ലേ സമൻസ്. വീണ നോക്കും നിയമപരമായിട്ട്. അങ്ങനെ ആയി വരട്ടെ. അപ്പൊ നോക്കാം. പിണറായിയെ ലക്ഷ്യം വെക്കുന്നത് CPMനെ ലക്ഷ്യം വെക്കുന്നത് തുല്യ. അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇഡി സമൻസിനോട് പ്രതികരിക്കേണ്ടത് വീണ ടി ആണെന്ന് ഇഡി സമൻസിനോട് പ്രതികരിക്കേണ്ടത് വീണയാണെന്ന് KK ശൈലജ. ആവശ്യമായ രേഖകൾ വീണ ഹാജരാക്കും. പ്രതിപക്ഷ നേതാവിനും വീണയ്ക്കും സമൻസ് അയക്കുന്നത് രണ്ടും രണ്ടാണെന്നും ശൈലജ പറഞ്ഞു. അപ്പോ സമൻസ് വരട്ടെ, അത് അവര് അതിന്റെ രേഖകളെല്ലാം ഹാജരാക്കും. അപ്പോ ഈ കാര്യമില്ലാത്ത കാര്യമാണെന്ന് കാണുമ്പോ അങ്ങനെ അന്വേഷിച്ച് തെറ്റായി പോയെന്ന് പറയണം. പ്രതിപക്ഷ നേതാവിന് സമൻസ് കൊടുക്കുന്നതും മകൾക്ക് സമൻസ് കൊടുക്കുന്നതും രണ്ടായി തന്നെ കാണേണ്ടതില്ല. തീർച്ചയായിട്ടും അത് മകള് ഒരു കമ്പനി ഉണ്ടാക്കി. ആ കമ്പനി മറ്റു കമ്പനികളുമായിട്ട് ചില കരാറിൽ ഏർപ്പെട്ടു. അതിനാണല്ലോ ഈ കമ്പനികൾ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ചെറുപ്പക്കാരൻ ജീവിക്കാൻ കുറെ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മകളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമാണ്. അവരതിന് മറുപടി പറയും. അത് അവർ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആക്കും. അത് പ്രതിപക്ഷ നേതാവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യം ആ കേസിലില്ലല്ലോ. മാസപ്പടി കേസിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടെന്ന് മാത്യു കുഴൽനാടൻ. സേവനമൊന്നും നൽകാതെ വീണ ടി പണം കൈപ്പറ്റി. എന്തിനു വേണ്ടിയാണ് പണം കൈപ്പറ്റിയത്? യഥാർത്ഥ സേവനം കിട്ടിയത് PVയിൽ നിന്നാണ്. CMRൽ കമ്പനിക്ക് കരിമണ്ണെടുക്കാൻ അവസരം ഒരുക്കിക്കൊടുത്തത് പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ED അന്വേഷണത്തിന് പിന്നാലെ ഒന്നുകിൽ വിജിലൻസ് അല്ലെങ്കിൽ CBI ആ അന്വേഷണം ഇതിന്റെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള അഴിമതിയെക്കുറിച്ച് നടക്കും. അഴിമതിയെക്കുറിച്ച് നടക്കുമ്പോൾ ഉറപ്പായും പിണറായി വിജയൻ പ്രതിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം CMRലിന് ചെയ്തു കൊടുത്തിട്ടുള്ള വഴിവിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പിണറായി വിജയന്റെ നേരിട്ടുള്ള ഇടപെടലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ നിയമപരമായി പരിശോധിച്ച് റെയ്ഡ് നടത്തുന്ന രീതിയാണ് എങ്കിൽ
യഥാർത്ഥത്തിൽ റെയ്ഡ് നടക്കേണ്ടിയിരുന്നത് AKG സെൻട്രലാണ്. കാരണം എന്താ? കാരണം എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ വഴിവിട്ട കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത്. ആ എക്സാലോജിക് കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ഒറ്റയാളാണ്, സിംഗിൾ ഡയറക്ടറുള്ള കമ്പനിയാണ്. ആ സിംഗിൾ ഡയറക്ടർ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണ്. ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായി ഡയറക്ടറുടെ അഡ്രസ്സ് നൽകിയത് ഏതാണെന്നറിയോ? വീണ വിജയൻ അഡ്രസ്സ് നൽകിയത് AKG സെന്ററിന്റെയാണ്. ഒരു കമ്പനി വഴിവിട്ട കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ ഡയറക്ടറുടെ നടപടി നിയമവിരുദ്ധമാണ് എങ്കിൽ റെയ്ഡ് നടക്കേണ്ടത് അവർ ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന ആ ഒരു അഡ്രസ്സിൽ കൂടിയാണ്. AKG സെൻട്രൽ റെയ്ഡ് നടത്തിയാലും സഖാക്കൾക്കൊന്നും പറയാൻ കഴിയില്ല. മാസപ്പടി കേസിലെ ED അന്വേഷണത്തിൽ അഭിപ്രായം പറയാനില്ലെന്ന് K. സുരേന്ദ്രൻ. നിയമപരമായ നടപടിക്രമങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അതിപ്പോൾ എന്തായാലും വരുമല്ലോ. നിയമത്തിന് വഴിക്ക് പോവുകയാണെങ്കിൽ പിന്നെ വരാതിരിക്കാൻ പറ്റും. റെയ്ഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിശോധന കഴിഞ്ഞാൽ സമൻസ് അയക്കും, ചോദ്യം ചെയ്യും. അതൊക്കെ ഓരോ കേസിനെയും സംബന്ധിച്ചിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. അതിൽ എനിക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.